എന്ന് ചോദിച്ചാൽ കുറേ ദുശീലങ്ങളുണ്ടായിരുന്നു. പുകവലി ഉണ്ടായിരുന്നു, മദ്യം കഴിക്കായിരുന്നു, കഞ്ചാവ് യൂസ് ചെയ്യുന്നു. ഇവിടെ ഇട്ടേച്ച് പോകുന്നൊരു ടെൻഡൻസി ആയി. ഞാൻ ബ്രേക്കപ്പ് ആവും, നീ അങ്ങനെ നടന്നു, ഹാൻഡ്സിന്റെ പാക്കറ്റ് പിടിച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാം, അത് ഞാൻ തന്നെയാണ് പറഞ്ഞു. ഇങ്ങനെ വെക്കുന്നതാന്നറിയാം. ഇങ്ങനെ വെക്കുന്നതെന്ന് ഇങ്ങനെ വെക്കുന്നു. പുറത്തുള്ള ആൾക്കാർക്ക് അത് കേസ് എടുക്കാനൊക്കെ പറ്റും, നേരിട്ട് കേസ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ ഞാൻ അവരിനെ അല്ലല്ലോ വിളിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം ഭാര്യനെയല്ലേ വിളിക്കുന്നത്. ഞാൻ 24 മണിക്കൂർ റൂമിലിരിക്കണം, ഫുഡ്, വെള്ളം, ചായ എല്ലാം കൊണ്ടുപോയി കൊടുക്കണം. ഓണർ പോലും അവിടെ ഇങ്ങനെ ഇരിക്കും. കസാലിൽ ഇങ്ങനെ ഫോൺ നോക്കി രാവിലെ തൊട്ടിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ സാധനങ്ങൾക്ക് എത്തണം. അമ്മയെ ദേഹോപദ്രവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവൾക്ക് ദേഷ്യം വരുമ്പോൾ താടി പിടിച്ച് ഭരിക്കും. എനിക്ക് പൈസ പോയതിലൊന്നുമില്ല, സങ്കടം ഒന്നും പോയതിലല്ല. ശിവമാനുള്ള ഒരു വിശ്വാസം അത് പോയല്ല. ഞാൻ നിന്നെ തല്ലാനും കൊല്ലാനും എന്നല്ല വന്നു. എനിക്ക് ആ വണ്ടി വേണം. അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ തന്നെ കട്ട് ചെയ്ത്. അല്ല സോറി, 4 വർഷം ജയിലിൽ കിടന്നു. ചിലതിൽ പറയുന്നുണ്ട് 9 മാസം കിടന്നവരുണ്ട്. അത് ഓരോരോ സെക്ഷനായിട്ട്. ഞാൻ കുറേ കരഞ്ഞു ബഹുമാനപ്പെട്ടവരോട്, എന്നെ ഇങ്ങനെ ചെയ്യല്ലേ, എന്നെ വിടണേ എന്നൊക്കെ പറഞ്ഞു. കോടതിയിൽ നിന്ന് കരഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മേലെ കൈവയ്ക്കുന്ന വിഷയം. അപ്പോൾ നിങ്ങളുടെ മകളായിരിക്കാം, പക്ഷെ ഇപ്പോൾ കണ്ട താലി കെട്ടി ഇന്ത്യന്. അമ്മയോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറയണമെന്നുണ്ടോ? പറയണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കില്ലല്ലോ. സംസാരിക്കില്ല. ഇവിടെ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവളുടെ അമ്മ പറയും, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ തെണ്ടിയാണ്, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ കണ്ട ഞാൻ തെണ്ടിയാന്ന്. ഇവനെ കുറിച്ച് ചുമ്മാ പറഞ്ഞോണ്ടിരിക്കും. അവൻ എന്തുവാ, ചെറ്റയാണ്, തെണ്ടിയാണ്, അങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇനി എത്ര ജന്മം എടുത്താലും ഞാൻ അവനെ അംഗീകരിക്കത്തില്ല. നിങ്ങളുടെ കണ്ടന്റുകളൊക്കെ അമ്മ കാണാറുണ്ടോ? അമ്മ കാണാറില്ല, അനിയൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചക്കൻ്റെ കൂടെ ഓടിപ്പോയി. എനിക്ക് അതിനെക്കുറിച്ച് കേൾക്കണ്ട, എനിക്ക് എൻ്റെ അടുത്ത് പറയണ്ടെന്ന് പറയും. എൻ്റെ തള്ള പോയി അത്രയൊന്നും ഇല്ലല്ലോ, എൻ്റെ സ്വന്തം തള്ളയൊന്നും അല്ലല്ലോ. എനിക്കതുകൊണ്ട് എനിക്ക് അത്ര വിഷമമൊന്നുമില്ല. ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ ഒറ്റപ്പെട്ടിട്ട് തന്നെ ഇരുന്നു. അത്ര ഇഷ്ടമുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഞാൻ ഫീലാവും. പിന്നെ എൻ്റെ ഒപ്പം എല്ലാ സ്ഥലത്തും മഞ്ഞത്താണ് വെയിലത്താണെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു മനസ്സുണ്ട്, അതും മതി, വേറെ ആരും വേണ്ട. ആ മുടിയുള്ളപ്പോൾ സമയത്ത് പറയുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാൾ എന്ന് പറഞ്ഞാൽ 2 പേരെ പോലെ ഉണ്ട് നിങ്ങളെ കാണാനെന്നാണ്. അതിൽ ഭൂരിഭാഗം വരുന്ന കുറേ കമൻസ് അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എല്ലാ ആൾക്കും ഇപ്പോൾ തെറി വിളിച്ച ആൾക്കാരെല്ലാവരും ഇപ്പം ഞങ്ങളെ സപ്പോർട്ടാണ്. എടാ നിങ്ങളുടെ കഥകളൊക്കെ ഒന്ന് അറിയാണ്ടാണ് ഞാൻ ഇന്ന പോലെയൊക്കെ മെസ്സേജ് അയച്ച് സോറി ഇട്ടു. ആദ്യമൊക്കെ വരുമ്പോൾ നല്ല ചിരിയൊക്കെ ആയിരുന്നു, എപ്പോഴും ചിരിച്ചിട്ട് ഒരു കിളവനെ പോലെ. അമ്മയ്ക്ക് ഇപ്പോൾ 18 വയസ്സ്, 19 വയസ്സല്ലേ, 19 വയസ്സാണ്. അപ്പോൾ ഒരു മെച്യൂരിറ്റി ആയി വരുന്നുള്ളൂ. അതിൻ്റേതായ കുറേ പരിമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഇവന് രാവിലെ എപ്പോഴും പണിക്ക് പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം സങ്കടം വരും. എപ്പോഴും ഇങ്ങനെ കൂടെ തന്നെ ഇരിക്കുന്നുള്ള പെട്ടെന്ന് പോകുമ്പോൾ ഒരു സങ്കടം വരും. എല്ലാ ഭാര്യമാരും പണിക്ക് വിടുക ചെയ്യണത്. എല്ലാവരും അങ്ങനെ വിടും, ഇവിടെ പണിക്ക് വിടില്ല. ഇപ്പോഴും എന്താ പറയുക, പ്രേമത്തിന്റെ ടെൻഡൻസിയാണ്. 24 മണിക്ക് നമ്മൾ വിളിച്ചിരിക്കത്തില്ലേ, അതേപോലെ ഇരിക്കണം വേണ്ടിട്ട്. എന്ത് എപ്പോഴും കറക്കം കൂടുതലാണ്. പക്ഷെ അത് കറങ്ങാനുള്ള പൈസ ഏത് വഴി വരും എന്ന് ഇവിടെ ചിന്തിക്കുന്നുമില്ല. എനിക്കൊന്നും പറഞ്ഞാൽ ഒരു വൈബുള്ള ഒരാളെ കിട്ടണമെന്ന്, ഇങ്ങനെ എല്ലാ സ്ഥലവും കറങ്ങണം, പിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കണം. ഇപ്പൊ ഭയങ്കര വിശുക്കനാണ്, ഇപ്പൊ എവിടെയും കൊണ്ടൊന്നും പോകത്തില്ല. അപ്പൊ പൈസ അപ്പൊ തീർക്കണം. ഇതിപ്പോ വരുമ്പോ സമയത്ത് ഇതിപ്പോ എനിക്കിപ്പോ ഷൂ വേണം, ഇപ്പൊ ഷൂ വേണം വേണ്ടി വാങ്ങിയത് അതാ ഇപ്പൊ വേണം. ഇപ്പോൾ പണ്ട് കുറേ പുറത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എന്തൊക്കെയാന്ന് ചോദിച്ചാൽ കുറേ ദുശീലങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നത്? പുകവലി ഉണ്ടായിരുന്നു, മദ്യം കഴിക്കായിരുന്നു, കഞ്ചാവ് യൂസ് ചെയ്യുന്നു. പിന്നെ അതൊക്കെ ഇവിടായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോ നിർത്തിച്ച് ഇപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ ആയിട്ട് നോർമലായിട്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഏത് വയസ്സ് മുതൽ ഈ ഇതൊക്കെ തുടങ്ങിയത്? യൂസ് ചെയ്ത് വയസ്സെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 17 ആ സമയത്തൊക്കെ ആകുമ്പോൾ ചെക്കന്മാരുടെ ഒപ്പം ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ അടിച്ച്, പിന്നെ ഒറ്റയ്ക്ക് അടിക്കാൻ തുടങ്ങി. ചെക്കന്മാർ വേണ്ടാന്ന് വെച്ച് കുറേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് പണിക്ക് കൊണ്ട് നമ്മുടെ പൈസ ഉണ്ട്, നമ്മൾ അതിനെ കേട് വരുത്തൊന്നുമില്ല, നമ്മുടെ ശരീരം നമ്മൾ തന്നെ കേട് വരുത്തണം. ആ ഒരു മൈൻഡിൽ ഞാൻ എൻ്റെ മാത്രമായിട്ട് അടിക്കാൻ തുടങ്ങി. പിന്നെ അത് മെല്ലെ ഇവൾക്ക് അറിയാൻ തുടങ്ങി, ഇവൾ ഇട്ടേച്ച് പോകുന്നൊരു ടെൻഡൻസി ആയി. അപ്പം എനിക്ക് അതാണോ വലുത് ഇതാണോ വലുത് നോക്കുമ്പോൾ ഇതാണ് വലുത്. അതിനെ ഞാൻ ഉപേക്ഷിച്ച് അങ്ങനെ ഇവളുടെ ഒപ്പം കൂടി. അപ്പോൾ പെട്ടെന്ന് അത് നിർത്താൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിർത്താൻ പറ്റിയില്ല, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ നിർത്തിപ്പോയി. എങ്ങനെയായിരുന്നു വിഷ്ണുവിൻ്റെ ഈ ദുശീലങ്ങളൊക്കെ നിർത്തിച്ചത്? അത് ഞാൻ പറഞ്ഞു, ഞാൻ ബ്രേക്കപ്പ് ആവും, നീ അങ്ങനെ നടന്നു, നീ അങ്ങനെ നടന്നു, ഞാൻ പോവാ എൻ്റെ പാട്ടിനെന്ന് പറഞ്ഞപ്പോൾ അവൻ അതൊക്കെ നിർത്താന്ന് സമ്മതിച്ചു. അങ്ങനെ അവൻ നിർത്തി പതിയെ എല്ലാം. പിന്നെ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. പിന്നെ കൂട്ടുകാരന്മാരെ കണ്ടാൽ തന്നെ, അവർ വിളിച്ചാൽ തന്നെ എടാ വലിക്കാൻ പാടാന്ന് പറഞ്ഞാൽ തന്നെ അവൻ വരില്ല, അവർ റോളായി. ഇപ്പം ഈ പല്ലുവേനയ്ക്കുള്ള മരുന്നൊക്കെ വെക്കാറുണ്ടോ? ഇല്ല. പല്ലുവേനയ്ക്ക് ഒരു മരുന്നുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കി പിടിച്ചു. അയ്യോ, അത് അങ്ങനെ സംസാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കി. അപ്പം ഞാൻ തന്നെ ഇവൻ്റെ അടുത്ത് പറഞ്ഞേടാ, അപ്പം അങ്ങനെ ഒരു കണ്ടന്റ് ആക്കാം നമുക്ക്. ഹാൻഡ്സിന്റെ പാക്കറ്റ് പിടിച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാം, അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു കണ്ടന്റ് ആക്കി ഞങ്ങൾ. ആ പാക്കറ്റ് എന്തായിരുന്നു അറിയായിരുന്നോ? അറിയില്ല, ഇങ്ങനെ വെക്കുന്നതാന്നറിയാം.
ഇങ്ങനെ വെക്കുന്നതാന്നറിയാം. അത് ഇവൻ എങ്ങനെ വെക്കുന്നതെന്ന് ഇങ്ങനെ വെക്കുന്ന അല്ല അങ്ങനെ വെക്കുന്നില്ല, അങ്ങനെ വെക്കുന്നതാന്നറിയാം, അങ്ങനെ വെക്കുന്നതാന്നറിയാം. അപ്പം അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ ഇത് വെച്ച് എന്നാൽ ഒരു കണ്ടന്റ് എല്ലാവരും ഇപ്പോൾ കൂൾ ആൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പം അതിങ്ങനെ വെച്ചിട്ട് ഒരു കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അത് ചെയ്ത് ഞങ്ങൾ അതിൽ വൈറലായി, അതിലും നന്നായിട്ട് റീച്ച് ആവുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളൊരു മറ്റേ വീഡിയോ എടുത്തായിരുന്നു. അത് ഞങ്ങളൊരു മറ്റേ എന്തുവാ മറ്റേ വീഡിയോ വൃന്ദാവനം തന്നത് ഞാനാണ്, ധനം നൽകിയത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീഡിയോ നോക്കുമ്പോൾ ഒരുത്തൻ ബർഗറിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഇതിലൊരു കാച്ച് കൊടുത്താലോ പറഞ്ഞിട്ട് ഇവിടെ ഹാൻഡ്സ് ബേക്കറിന്റെ പറഞ്ഞു, ഞാൻ ജവാന്റെ പറഞ്ഞു. അപ്പോൾ ഇവിടെ കഞ്ചാവ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചവിട്ടി അപ്പോൾ അവൾ ഓടി. അപ്പം അങ്ങനെ അതും കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം ട്രോളും കിട്ടി, റീച്ചായി. ഓക്കെ. അല്ല ഇപ്പം ഇങ്ങനെ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചവിട്ട് തൊഴി അതുപോലെ തന്നെ വിഷ്ണു നല്ല രീതിയിൽ തെറിയൊക്കെ പറയാറുണ്ട്. തെറി പറഞ്ഞു ചുമ്മാ അത് വരുമല്ലോ, ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ശരിയാണ്. പക്ഷെ അത് ഈ പുറത്തിങ്ങനെ ഒരു പബ്ലിക്കായിട്ടൊരു കണ്ടന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് പുറത്തുള്ള ആൾക്കാർക്ക് അത് കേസ് എടുക്കാനൊക്കെ പറ്റും, നേരിട്ട് കേസ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ നമ്മൾ അവരിനെ അല്ലല്ലോ വിളിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം ഭാര്യനെ അല്ലേ വിളിക്കുന്നത്. പബ്ലിക് പ്ലേസിൽ പോണവർക്ക് കേട്ടെങ്കിൽ അത് അവരിൻ്റെ ചെവി മൂടി വെച്ചിട്ട് പോകേണ്ടി വരും. കാരണം നമ്മുടെ അടുത്തുള്ള ആളിനെ വിളിക്കുന്നത്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ആളെ വിളിക്കേണ്ട. അയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ കേസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ ആരും ഇല്ലാത്ത സ്ഥലം നോക്കി എടുക്കുന്നു. ഞങ്ങൾക്ക് ആൾക്കാരുണ്ടെങ്കിൽ ഒരു ചമ്മലാണ്, ഇങ്ങനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി വീഡിയോ എടുക്കുക. അപ്പൊ ഇവൻ എന്തൊക്കെ പറയും, ഞാൻ ഇങ്ങനെ കിടത്ത് അങ്ങനെ കളയും. എന്തൊക്കെ പറയും ഇവൻ ചുമ്മാ എടി പട്ടി അങ്ങനെയൊക്കെ പറയും, പൂടി പട്ടി, നിന്റെ വീഡിയോയ്ക്കൊക്കെ നിന്റെ അമ്മ അച്ഛനാ അങ്ങനെയൊക്കെ പറയും. പിന്നെ ചവിട്ടും. പിന്നെ പ്രധാനമായിട്ട് ഞങ്ങളുടെ വീഡിയോയിൽ എപ്പോഴും ചവിട്ടുന്നതാണ് ഹിറ്റായിട്ടുള്ളത്. അത് പറഞ്ഞു ചവിട്ടിക്കണയാണോ അതെയോ അവൻ തന്നെ ചവിട്ടുന്നത്? അവൻ തന്നെ അത് കണ്ടന്റ് ആയിട്ട് എടുത്ത് അവൻ തന്നെ ഇങ്ങനെ ചവിട്ടും. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകും അറിയാത്ത പോലെ. പിന്നെ ഓഫ് ചെയ്യാന്നുള്ളൊരു ഇതിലാകുമ്പോൾ അവൻ ഒരൊറ്റ ചവിട്ട് വരും. അപ്പം ഞാൻ ഇങ്ങനെ ആവും. അത്രേ ഉള്ളൂ. ഈ ആർക്കാ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വാശിയുള്ളത്? എനിക്കാ. ഈ ഇങ്ങനെ ഈ വാശിനെ എങ്ങനെയാണ് വിഷ്ണു കൺട്രോൾ ചെയ്യും? അത് ഒന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടോണ്ടേ? ഒതുക്കിയെടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. അവൾ വാശി പിടിക്കുമ്പോൾ അവളെ പിടിച്ചു. ആദ്യമൊക്കെ ഇങ്ങനെ പൊന്നാമ അമ്മ എന്നൊക്കെ പണ്ട് ഇങ്ങനെ പോകും, പോയി കഴിഞ്ഞാൽ പിന്നെയും വാശി കൂടുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നീ വാശി ഇരുന്നു, എനിക്കൊരു കുഴപ്പമില്ല, ഞാനപ്പോൾ മാറിയിരിക്കും. പിന്നെ ഇവള് നോക്കും, ഇവനിങ്ങനെ മാറിയിരിക്കും, അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തും കൊണ്ട് എറിയും, നീ ഇങ്ങനെ മാറിയിരിക്കാനുള്ള കൊണ്ട് എറിയും. അപ്പോൾ ഞാൻ അതൊന്നും വേണ്ടി ആക്കില്ല, നീ എത്ര വേണമെങ്കിൽ എറിഞ്ഞു, ഇതിനെക്കാട്ടി വലിയ തല്ല് കൊണ്ടിട്ടാണ് നിൽക്കുന്നത്, ഇന്ന് നീ ആയിട്ട് തല്ലിട്ട് എന്താ കാര്യമുള്ളതുകൊണ്ട് ഞാൻ മുണ്ടാണ്ട് ഇതിൽ കൂടി കേട്ട് ഇതിൽ കൂടെ ഇങ്ങനെ വിടും, പല കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ, വേറെ അതിൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന്. എൻ്റെ വീട്ടിലടക്കം അവൾ സംസാരിക്കില്ല. ചേച്ചീൻ്റെ അടുത്താണെങ്കിൽ അതിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി സംസാരിക്കത്തില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചി പിന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല, റൂമിൽ തന്നെ 24 മണിക്കൂർ റൂമിലിരിക്കണം. ഫുഡ്, വെള്ളം, ചായ എല്ലാം കൊണ്ടുപോയി കൊടുക്കണം. ഓണർ പോലും അവിടെ ഇങ്ങനെ ഇരിക്കും. കസാലിൽ ഇങ്ങനെ ഫോൺ നോക്കി രാവിലെ തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ സാധനങ്ങൾക്ക് എത്തണം. ഓർഡറാണത്. അതങ്ങനെ പോകും. ഈ അമ്മയെ ദേഹോപദ്രവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവൾക്ക് ദേഷ്യം വരുമ്പോൾ താടി പിടിച്ച് ഭരിക്കും. ആദ്യം താടി ഞാൻ വർക്കിന് വേണ്ടി കളഞ്ഞു, ഹോട്ടലിൽ കയറിയിട്ടുണ്ട്, അങ്ങനെ കളഞ്ഞു. അവൾ താടി പിടിച്ച് ഭരിക്കും, അല്ലെങ്കിൽ മുടി പിടിച്ച് വിളിക്കും. ഇപ്പം മുടിയൊന്നും ഇല്ലാതെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കടിക്കും, പട്ടി കടിക്കുന്ന പോലെ നിന്നുകൊണ്ട് ഒരു കടിക്കും. അത്രയാണ്. പിന്നെ സത്യമാണോ അമ്മേ? കടിക്കോ? പിന്നെന്തൊക്കെ ചെയ്യും? പിന്നെ മുടി അങ്ങനെ വെട്ടി, പിന്നെ താടി പിടിച്ച് വലിക്കും, പിന്നെ ഇങ്ങനെ അടിക്കും. അത്രയൊക്കെ ചെയ്യുള്ളൂ. ഈ തിരിച്ചെന്തെങ്കിലും അക്രമം ചെയ്യും? ചവിട്ടല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും തിരിച്ച് അക്രമം എന്തെങ്കിലും ചെയ്യും? ഇല്ല, ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തെന്നാ വിളിക്കുന്നത്? ഭാവേന്ന് വിളിക്കുന്നത്. തിരിച്ചെന്താ വിളിക്കുന്നത്? ഞാനങ്ങനെ ഒന്നും വിളിക്കില്ല, എടാന്ന് വിളിക്കുള്ളൂ. അതാ റിയൽ വിളിയാണല്ലേ എടാന്നുള്ളത്, അല്ലാതെ ചേട്ടായിന്നോ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. എനിക്ക് എന്തും വിളിക്കാം, എനിക്ക് നിന്നെ എന്തും വിളിക്കാം, എന്തും വിളിക്കാം, അങ്ങനെ ഉള്ളു. ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് തല്ല് കൊണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാ തല്ല് കൊണ്ടത്? അങ്ങനെ ഓരോ ചെക്കന്മാരുടെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ സ്കൂളൊന്നും പോയതില്ല, പക്ഷെ എന്നാലും ഞാൻ ചെക്കന്മാരുടെ അപ്പം ചുമ്മാ പോകും, കട്ടടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കട്ടടിച്ച് ഞാൻ സ്കൂളിൽ പോകേണ്ട കട്ടടിച്ചൊക്കെ ഞാൻ ഇരിക്കും. അപ്പോൾ ഇവന്മാർ ഏതെങ്കിലുമൊക്കെ വള്ളി ഒപ്പിച്ചിട്ട് വരും, അതേ പോണ വലിയ നേരെ നമ്മുടെ തോളിലും കൂടി ചമയും. ഇവന്മാർ നേരെ വരും, അടിയെ പെട്ടെന്ന് കൂടി പോയി ഒരു സീന് പറയും. നമ്മൾ വിചാരിക്കും എന്താണോ, പോയി നോക്കുമ്പോഴേക്കും അവിടെ വെടിക്കെട്ടും കഴിഞ്ഞ് പോരും കഴിഞ്ഞ് നമ്മളെ കത്തിങ്ങനെ നിൽക്കണ്ടാവും ബാക്കിയുള്ളവർ. അവിടെ നിന്ന് കൊള്ളും, പറ്റുന്നത് കൊടുക്കും. ഒരു മനുഷ്യനെ കൊടുക്കാൻ പറ്റുള്ളൂ, മുറ്റത്ത് ഇങ്ങോട്ട് വാങ്ങിയിട്ട്
ആയിക്കോട്ടെ നീ എൻ്റെ വീട്ടിൻ്റെ അതിൽ കൂടെ ബസ്സിന് പോവുക കാണാൻ വേണ്ടി അത് നേരെ ചിരിച്ചിട്ട് പോയിട്ട് വന്നത്. അങ്ങനെ ഒരുപാട് തല്ലുകൾ ഒരുപാട് ഇഷ്ടംപോലെ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് വേണ്ടി അങ്ങനെ പോയിട്ടുണ്ട്. ഞാനായിട്ട് ഇന്ന വരെ ഒരു ഇതിനും പോയിട്ടില്ല. അല്ല, ഈ കൂട്ടുകാരന്മാർ ഒരുപാട് ഉണ്ടായിരുന്നു ആ സമയത്ത്? ലാവിഷ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കൊട്ട് ഫീൽഡ് ഉണ്ടായിരുന്നു. കൊട്ട് ഫീൽഡിൽ ഇപ്പോൾ ചേട്ടനറിയില്ല, ഇഷ്ടംപോലെ ടീം ഉണ്ടാവും. അപ്പോൾ അതിലും കുറേ ചെക്കന്മാരുണ്ടായിരുന്നു. ഓരോ തന്നെ വീട്ടിൻ്റെ അവിടെ കുറേ ചെക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഒരാളും ഞമ്മ തനിച്ചുള്ള സമയത്ത് ആരും വരുത്തില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ എല്ലാവരും ഞാനും തగ్గടിച്ച് ഒഴിവാക്കിയിട്ടു. കാരണം എന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിഷ്ണുവിന് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായി. ഫസ്റ്റ് പോലീസുകാർ പിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരന്മാർ സ്കിപ്പായി എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് വിഷ്ണു മനസ്സിലാക്കുന്നത്. അവിടെ നിന്നല്ല മനസ്സിലാക്കിയത്, അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു അവന്മാർ വരും, നമ്മുടെ ചങ്കുകളാണല്ലോ, വരും എന്തായാലും വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്ന്. അവന്മാർ പോയിട്ട് ഇവൻ്റെ ഒരു പൊടിയടക്കം കാണാനില്ല വഴിക്ക്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ പട്ടീനെ പോലെ ഇങ്ങനെ അകത്ത് നിൽക്കുക. പക്ഷെ വന്നില്ല എന്നല്ല, ഒരാൾ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, അച്ചുവേട്ടൻ പറയും. അച്ചു എന്നല്ല, വിഷ്ണു എന്നാണ് പേര്. അപ്പോൾ എനിക്ക് അപ്പോഴും ഞാൻ വളർന്നത് ആളുടെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ ഒരു വീട് ആളുടെ ഒരു വീട്, അങ്ങനെ തന്നെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അയാൾ വന്ന്, പക്ഷെ ആൾ വന്നിട്ട് കാര്യമില്ല, ആൾക്ക് വയസ്സായിട്ടില്ല, അവിടേക്ക് സ്വന്തമായിട്ട് സ്ഥലവും ഇല്ല, ഇറക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളൊക്കെ ജാമ്യത്തിന് വേണ്ടി നിൽക്കണം. അപ്പം അതുകൊണ്ട് അയാൾക്ക് അതൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് വന്നു കാണാൻ നോക്കി, എന്നെ കാണിച്ചില്ല. പിന്നെ ആൾ നേരെ എനിക്ക്, പക്ഷേ ഇയാൾ വന്നു എന്ന് എനിക്കറിയില്ല ഈ കഥയൊന്നും. ഞാൻ എല്ലാവരും ഇവിടെ ദേഷ്യത്തിൽ നിൽക്കുക. ഇറങ്ങിയ വഴിക്ക് ഞാൻ ആദ്യം ഇവളിനെ കണ്ട്, ഇവളുടെ നിന്ന് വിട്ടു പോണത് നേരെ പോണത് എന്നെ ഈ രണ്ടുപേര് ചതിച്ചിട്ട് പോയല്ല. എനിക്ക് പൈസ പോയതിലൊന്നുമില്ല, സങ്കടം ഒന്നും പോയതിലല്ല. ശിവമാനുള്ള ഒരു വിശ്വാസം അത് പോയല്ല. ഞാൻ നേരെ ഒരുത്തൻ്റെ വീട്ടിലേക്കാണ് കയറിപ്പോയത്. ഇറങ്ങിയ വഴിക്ക് നേരെ അവൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ നിന്നപ്പോൾ ഷോക്കായി. അളിയോ ഇവിടെ വേണ്ട നമുക്ക് മേലെ പോകാൻ പറഞ്ഞു. ഞാൻ നിന്നെ തല്ലാനും കൊല്ലാനും എന്നല്ല വന്നു, എനിക്ക് ആ വണ്ടി വേണം, ഞാൻ വണ്ടിയും കൊണ്ട് പോവാണ്, എനിക്ക് എന്താ ചെയ്തോട്ടാൻ വേണ്ടി ഞാൻ വണ്ടിയും കൊണ്ട് അവൻ്റെ വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങിയുള്ളൂ. എൻ്റെ അടുത്ത് വണ്ടിയിലൊന്നുമില്ല, എൻ്റെ എല്ലാം സ്റ്റേഷനിലാണ്. ഞാൻ നേരെ അവൻ്റെ വണ്ടി എടുത്ത് നേരെ എന്താണ് അന്ന് ഉണ്ടായത് നിങ്ങളുടെ അടുത്ത് ഒരു 10 മിനിറ്റ് അവർ നിന്നാണെങ്കിൽ ഞാൻ അകത്ത് പോകില്ല. 10 മിനിറ്റ് അവന്മാർ നിന്നില്ല, അവന്മാർ മുങ്ങി. അപ്പോൾ നമ്മൾ എന്താണ് സംഭവം ചോദിച്ചു, ഇന്ന പോലെയാണ് പറഞ്ഞു. ഓക്കെ ട്ടാ ശരി. അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് നേരെ അടുത്തവൻ്റെ വീട്ടിൽ പോയി. അടുത്തവനെ കണ്ടില്ല, അവനപ്പോൾ അവിടെ ഇല്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. അവൻ ഇപ്പോഴും എൻ്റെ മുഖത്ത് വരില്ല, കാരണം അത് അവനിക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണോ എന്താണെന്ന് അറിയില്ല. അവൻ ഇപ്പോഴും അതിനുശേഷം കണ്ടിട്ടേ ഇല്ല അവന്. അങ്ങനെ ഞാൻ പിന്നെ ഓരോരുത്തനായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി ആരുമില്ല, ഈ പറയുന്ന അച്ചോട്ടനും ഇല്ലയെന്നാണ് വിചാരിച്ച്. പിന്നെ ഇയാളെ കണ്ടപ്പോഴാണ് എൻ്റെ വീട്ടുകാരും പറഞ്ഞ് എടാ അവൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അവനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, പിന്നെ എന്ത് പറയാനാണ് പറഞ്ഞു. പിന്നെ എപ്പോഴും ഞാൻ വിളിക്കുന്ന ആകെ 3-4 പേര്, ഒന്ന് അച്ചോട്ടൻ, പിന്നെ ഒന്ന് ഇതിപ്പോൾ കണ്ട ഒരു കൂട്ടുകാരന്മാർ, ഇവനെ മാത്രം 3 പേരിൻ്റെ നമ്പർ മാത്രമേ എൻ്റെ ഫോണിൽ കോൺടാക്റ്റ് ഉള്ളൂ. വേറെ ഒരു ബന്ധത്തിൻ്റെ ഇല്ല, എല്ലാവരെയും കട്ടാക്കി കളഞ്ഞു. പിന്നെ ആരും വേണ്ട. ഇവളുണ്ട്, പിന്നെ അത്യാവശ്യത്തിന് വിളിച്ച ഒരു കമ്പനിക്കാർ അത് രാത്രിയും വരാനുള്ളതുണ്ട്, അവരുണ്ട് മതി. അതുകൊണ്ട് ഇപ്പോൾ ഈ പോക്സോ കേസിലൊക്കെ അകത്ത് പോയി കിടക്കാന്ന് പറഞ്ഞാൽ നല്ല ഇടി കിട്ടും. അങ്ങനെ ഒരു ഇടി കിട്ടുന്ന സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. കാരണം നമ്മൾ കയറിപ്പോയി കാര്യങ്ങൾ ചോദിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് എന്നെ ആദ്യം തനിച്ചായിട്ട് എന്നെ ഒറ്റയ്ക്ക് തനിച്ചിട്ട്, കാരണം എൻ്റെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഇതായപ്പോൾ എല്ലാവരും അറിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ തനിച്ച് ഒരു സെല്ലിലിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇതിനെ തനിച്ചിടുന്നു, എനിക്ക് മാനസികമായിട്ട് പ്രശ്നം വരാൻ തുടങ്ങി. കാരണം ആരും വരുന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കായി ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് ഞാൻ ഇരിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്കൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അവർ തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ടിട്ട വലിയ സീനാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് സീൻ, എനിക്ക് ഒരു സീനുമില്ല, ഇടിക്കുകയാണെങ്കിൽ ഞാനും തിരിച്ചു പിടിച്ചോളാം. അങ്ങനത്തെ ഒരു മൂടായപ്പോൾ ഒരു ആയിക്കോട്ടെ നീ ഇടി കൊണ്ടുപോകണം. ഞാൻ ശരി സാർ ആരെങ്കിലും കൊണ്ടുപോട്ടെ കൊണ്ട് അവർ ചിരിച്ചിട്ട് അവിടെ സാർമാരെ കമ്പനി. അപ്പോൾ അവന്മാർ നേരെ പോയി ഇട്ട് കുഴപ്പമില്ലാണ്ട് എങ്ങനെ ഇരുന്ന് ഓരോരുത്തർ കഥകളിങ്ങനെ ചോദിച്ച്. പിന്നെ നമ്മുടെ ബാച്ചായിരുന്നു അത്യാവശ്യം, ഞങ്ങളുടെ ഒരു ബാച്ചായിരുന്നു ഒരു പിള്ളേർ സെറ്റ് ഇതേപോലെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒക്കെ ഓരോരുത്തരുടെ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ കുറേ കേട്ട് നിന്ന്. പക്ഷെ അവർക്കൊക്കെ കാണാനും വരാനൊക്കെ ആൾക്കാരുണ്ട്, നമുക്ക് ആരുമില്ല. അത്ര വ്യത്യാസം കടന്ന്. പിന്നെ തമിഴിനെ വിളിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പോയോ, ഞാൻ ആ മൂഡ് നമ്മളൊക്കെ പോയിട്ടുണ്ടാവും, പിന്നെ നമ്മൾ ഇറങ്ങാതെ എന്തോ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ വിളിച്ചപ്പോൾ പോയിട്ടൊന്നുമില്ല, ഡാറ്റയോടെ വെയിറ്റിങ്ങിലാണ്. ഞാനും ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ നേരെ ഞാൻ ഫ്രണ്ടിൽ ഇവിടെ നിൽക്കണം. ഇവിടെ എനിക്ക് ഇട്ട് പണി തന്നു. ഇവിടെ പറഞ്ഞു ഞാൻ വെയിറ്റിലാണ്, നീ വെയിറ്റിലേക്ക് വന്നാൽ മതി പറഞ്ഞു. നമ്മൾ വെയിറ്റിലല്ല, ഇനി എങ്ങനെ ഇവിടുന്ന് വെയിറ്റിലേക്ക് പോകും, വഴി അറിയില്ല, നടന്നു പോകണം, ഇനി എന്താ ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഇവള് വക്കീൽ എല്ലാവരും എനിക്കൊരു പോസ്റ്റ് തന്നിട്ട് ഇവള് നേരെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി അങ്ങനെ പോയി നിന്നാണ്. പക്ഷേ സെറ്റാണ്. നേരെ ഇറങ്ങിയത് നേരെ പിന്നെയും പോയി കൊണ്ട് അടുത്തിരുന്ന് പോകണ്ട അമ്മ ഇങ്ങനെ നോക്കുക, ഇവൻ ഇനിയും നന്നായില്ലേ നമ്മളുടെ ശരി. പിന്നെ ഇവളെന്നെ വിട്ടില്ല, അന്ന് ഫുള്ളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് പിറ്റേ ദിവസം ഞാൻ പോകണം കേട്ടോ പറഞ്ഞു. പ്രാഗഡാത്തി കരഞ്ഞ സീനാക്കി. ഞാനും ആയിക്കോട്ടെ കുഴപ്പം, ഞാൻ പോയിട്ട് വരാം, പിറ്റേ ദിവസം തന്നെ വരാൻ വേണ്ടിട്ട് നേരെ പോയി ചെക്കമ്മൻ്റെ അടുത്ത് പോയി. അമ്മനെ കണ്ട് എല്ലാവരുടെ അടുത്തും അവസാനത്ത് ബായിയും പറഞ്ഞ്
സെറ്റാക്കി നേരെ വന്നു. ഇപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് തന്നെ ചില ഇതിൽ പറയുന്നുണ്ട് 9 വർഷം അല്ല സോറി 4 വർഷം ജയിലിൽ കിടന്നു, ചിലതിൽ പറയുന്നുണ്ട് 9 മാസം കിടന്നു പറയുന്നുണ്ട്. അത് ഓരോരോ സെക്ഷനായിട്ട്. ആദ്യത്തെ സെക്ഷൻ 9 മാസം കിടന്നു, ഇവളുടെ ആദ്യത്തെ കേസിൽ അതിൽ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി ചെന്നൈയിലെത്തിയില്ലേ, അതിൽ കേസ് ഒന്നും കൂടി സ്ട്രോങ് ആയി. കാരണം ഒരേ പെണ്ണ് 2 വർഷം ഞാൻ അതിൽ തട്ടിക്കൊണ്ട് പോക്ക് എല്ലാം കൂടി വന്ന് മനസ്സിലായ. അപ്പോൾ അതിൽ ഞാൻ പെട്ടുപോയി, അതിലൊന്നും കൂടി പെട്ട്. അപ്പോൾ അതിലങ്ങനെ കടന്ന് ഇപ്പോൾ ഞാൻ കയറുമ്പോൾ തന്നെ വിചാരിച്ചു മോനെ 5 കൊല്ലമാണ് കോപ്പി അടിച്ച് കിട്ടി. കാരണം ഇവൾക്ക് 18 വയസ്സാവണം. 18 വയസ്സാവുകൊണ്ട് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ജാമ്യം തരൂല, കാരണം ഒരേ പെണ്ണ് തന്നെയാണല്ലോ. അപ്പം പിന്നെയും പോയി ശല്യം ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾ കടക്കട്ടെ, പിന്നെ ഇനി ഇറങ്ങേണ്ട ആവശ്യമില്ല കൊണ്ട് ജഡ്ജി അങ്ങനെ കുറച്ചൊക്കെ കുഴപ്പമൊന്നും കലിപ്പ് പറഞ്ഞാൽ അവർക്ക് അവരുടെ പണി, നമുക്ക് നമ്മുടെ പണി. ഞാൻ കുറേ കരഞ്ഞ് ബഹുമാനപ്പെട്ട കോടതി എന്നെ ഇങ്ങനെ ചെയ്യല്ലേ, എന്നെ വിടണേ എന്നൊക്കെ പറഞ്ഞു. കോടതിയിൽ നിന്ന് കരഞ്ഞു? ഞാൻ കരഞ്ഞു. എന്നെ എങ്ങനെയാണ് ഞാൻ അറിയാണ്ട് ചെയ്തു പോയി. അവർ പറഞ്ഞു നീ അറിയാണ്ടേ 2 പ്രാവശ്യമോ. ഞാൻ പറഞ്ഞു അറിയാണ്ടെയാണ്, ഇത് നീ ലാസ്റ്റാണ്, നീ ചെയ്യരുത്, നിന്നെ തീർത്തിട്ട് വിടുകയുള്ളൂ പറഞ്ഞു. അതുകൊണ്ടായിട്ട് കോടതി എന്നൊക്കെ പറഞ്ഞു തന്നില്ല. അവസാനം കേസ് തീർന്ന് ഇവള് വന്ന് ഇവള് പറഞ്ഞു ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ്, വേറെ അതിൻ്റെ ഇഷ്ടപ്രകാരമൊന്നുമല്ല, എനിക്കിപ്പോഴും ഞാൻ അവനെ തന്നെയാണ് ഇഷ്ടം, ഞാൻ അവനെ കെട്ടും പറഞ്ഞു. കേസ് അപ്പോൾ തന്നെ അവിടെ കൊണ്ട് ഡിസ്മിസ്സായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ 4 വർഷത്തെ ഇത് പറയുന്നത്. ആ ഇടവേള കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇറങ്ങിയ വഴിക്ക് ഡാത്തിൻ്റെ അടുത്ത് ഇറങ്ങിയ വഴിക്ക് നേരെ പോണ ഇവളുടെ അടുത്താണ്. നേരെ പോയി കണ്ട് അന്ന് ഫുള്ളും കറങ്ങി, എറണാകുളത്ത് കറങ്ങി. ഞാൻ അവിടെ റൂം എടുത്തിരുന്ന് പിന്നെയും കറങ്ങി. പിന്നെ നേരെ ഞാൻ ഹൈദരാബാദ് പോയിട്ട് പോയി അവിടെ പോയി ആകെ കമ്പനിക്കാരൻ്റെ അടുത്ത് പോയി. കമ്പനിക്കാരാണ് കൊട്ടാൻ പോയത്, വേറെ പുതിയതായിട്ട് ഒരു ടീമിൽ അങ്ങനെ ഒരു ചേട്ടൻ കയറ്റി തന്നു. അപ്പോൾ അവിടെ പോയി കൊട്ടി. പിന്നെ ഇവളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല, ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇറങ്ങുമ്പോൾ ഇവളുടെ ഓർമ്മ എന്നെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ ശരി ആയിക്കോട്ടെ പോയി കാണാൻ വേണ്ടി ആളുടെ പറഞ്ഞപ്പോൾ ആൾക്കറിയാം, എൻ്റെ കഥ അറിയാം. ആൾ പറഞ്ഞു ഫണ്ട് തന്നിട്ട് നീ പോയിട്ട് പോയോ പറഞ്ഞു. ഞാൻ നേരെ വന്ന് വന്ന് ഇവളിനെയും കണ്ട് ഒരു ദിവസം വീട്ടിൽ വന്നിരുന്ന്, ഞാൻ ഇറങ്ങിയിട്ട് വീട്ടിൽ പോയില്ല. പിന്നെ നേരെ വീട്ടിൽ വന്നിരുന്ന് ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസം കയറുമ്പോഴേക്കും ഇവിടെ വന്ന് കണ്ടിട്ട് പോയാൽ മതിയോ പറഞ്ഞു. നമ്മൾ കണ്ടിട്ട് പോകുക, എന്നാൽ ശരി കണ്ടിട്ട് പോകാലോ കൊണ്ട് ആഗ്രഹമല്ലേ, എനിക്ക് ആഗ്രഹമുണ്ട്, ഇല്ലാണ്ടിരിക്കില്ലല്ല, ഞാൻ സെറ്റായി നിൽക്കും. അപ്പോൾ ശരി കൊണ്ട് ഇവളിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇവളുടെ അമ്മ വൈകുന്നേരം വന്നിട്ട് ഒരു ജാതി കലിപ്പായി. നിൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പണ്ടേ ഞാൻ നല്ല ഒച്ചയെടുക്കും, എൻ്റെ മെയിൻ അങ്ങനെ, ഞാൻ റോഡ് പരിസരം ഒന്നും നോക്കത്തില്ല, ഞാൻ നിന്ന് ഒച്ചയെടുക്കും, കയറും, നിന്ന് കയറും, എൻ്റെ സൗണ്ട് അങ്ങനെയാണ്. ഇവളുടെ അമ്മ പെട്ടെന്ന് ഒന്ന് ഒച്ചയെടുത്തുകൊണ്ട് ഇവളുടെ അമ്മ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഇളകി. ഞാൻ നിങ്ങൾ അതിൻ്റെ മേലെ കൈവയ്ക്കുന്ന വിഷയം, ഇത് നിങ്ങളുടെ മകളായിരിക്കാം, പക്ഷെ ഇപ്പോൾ കണ്ട താലി കെട്ടി ഞാൻ കൊണ്ടുപോവാണ്, നിങ്ങൾ എന്താ വെച്ചാൽ സെൻട്രൽ സ്റ്റേഷനിൽ വന്നോളി, നമുക്ക് പോയിട്ട് എന്താ വെച്ചാൽ നോക്കിക്കോളാം, എൻ്റെ പേരിൽ കേസിന് എടുക്കാനൊന്നും പറ്റില്ല. അവൾക്ക് 18 വയസ്സായതുകൊണ്ട് ഞാൻ നേരെ പോയി. ഇവളുടെ അമ്മ വന്നില്ല. ഞാൻ ഇവിടെ നേരെ ഇടുക്കിയിൽ പോയി. ഇടുക്കിയിൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു, ഫുൾ ഹാപ്പി പറഞ്ഞാൽ ഫുൾ ഹാപ്പി. ഇടുക്കിയിൽ കാണേണ്ട സ്ഥലമൊക്കെ കറങ്ങി. അങ്ങനെ അവിടെ നിന്ന് നേരെ നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞ് ഫുൾ ഹാപ്പി ആയിട്ട് നിന്ന്. പിന്നെ അവളുടെ അമ്മ വിളിക്കും, ഇവളിനെ വിളിക്കും, ഇടയ്ക്ക് എൻ്റെ ഈ സംസാരിക്കും. ഒരു ചെറിയ സങ്കടമുണ്ട്, ചെയ്തത് തെറ്റാണ്, പക്ഷെ എന്നാലും അമ്മയോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറയണമെന്നുണ്ടോ? പറയണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കില്ലല്ലോ. എൻ്റെ അടുത്ത് സംസാരിക്കില്ലല്ലോ. നമുക്ക് മാപ്പ് പറയണം, എല്ലാം ഉണ്ട്, കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉമ്മറത്ത് വേണമെങ്കിൽ കാലി വീണമെന്നുണ്ട്. പക്ഷെ അവർ നമ്മളോട് സംസാരിച്ചതല്ലേ നമുക്കൊരു അങ്ങോട്ട് ഞാൻ പറയുന്ന ഒരു കേൾക്കാനുള്ളത് ഒരു മനസ്സ് വേണം, പക്ഷെ ഒരു മനസ്സില്ല അവരുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാനും നെവർ മൈൻഡ്. അല്ല അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വിഷ്ണു പറഞ്ഞു എനിക്ക് അമ്മയോട് മാപ്പ് പറയണം, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന്. അത് അമ്മയോട് പറയാറുണ്ടോ? അമ്മയെ നീ ഒന്ന് സംസാരിക്കാം അമ്മയായിട്ട്, നമുക്കത് കോംപ്രമൈസിലെത്താം. അതിപ്പോൾ സംസാരിച്ച് പക്ഷെ വലിയൊരു ഇടിയിലാവും, മനസ്സിലായ. ഇവള് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവളുടെ അമ്മ പറയും അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ തെണ്ടിയാണ്, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ കണ്ട ഞാൻ തെണ്ടിയാന്ന്, നിങ്ങൾക്ക് എന്താണിത്, ഞാൻ തെണ്ടി അങ്ങനെ പോകും. എനിക്ക് എന്നെ പെട്ടെന്ന് പുഷപ്പെടുത്തിക്കാൻ എനിക്ക് ഇളകും, അതാരാണെങ്കിലും ഇളകും. ഞാൻ തിരിച്ച് പറയും, എൻ്റെ മേലെ തെറ്റില്ലെങ്കിൽ ഞാൻ തിരിച്ചു, തെറ്റുണ്ടെങ്കിൽ ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ ചെയ്യും. തെണ്ടിയാണ് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ തെണ്ടിയൊന്നും നടക്കണില്ലല്ലോ, നിങ്ങൾ നടക്കണ്ടെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഭാര്യയുടെ അമ്മയാണ്, അപ്പോൾ അതൊന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് രണ്ടും ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാൻ താല്പര്യം അവർ വന്നാലല്ലേ. ഇപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കില്ലല്ലോ, ആ ഒരു കൈയും കൂടി ചേർന്നാലല്ലേ ഒരു സൗണ്ട് കേൾക്കും. അവർ നോക്കുന്നില്ല, പക്ഷെ മനസ്സിലാവും എന്തെങ്കിലും ഒരു ദിവസം. അപ്പോൾ വരുമ്പോൾ എന്തായാലും ഞങ്ങൾ സപ്പോർട്ടുണ്ട്. അമ്മയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മയോട് സംസാരിക്കാറില്ല? അമ്മ ഇത്ര നാളായില്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പം അമ്മ പറയും ഇവനെ കുറിച്ച് കുറ്റങ്ങൾ പറയും. അപ്പം ഞാൻ പറയും ശരി ഞാനത് പറയുന്നില്ല, ആ ടോപ്പിക് ഞാൻ വിടുവാണ്, അത് പറയണില്ല എന്ന് പറയും. ഇവനെക്കുറിച്ച് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ എന്തുവാ ചെറ്റയാണ്, തെണ്ടിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറയും ശരി ഞാൻ ആ ടോപ്പിക്ക് വിടുവാണ്, ഇനി പറയണില്ല എന്ന് പറയും. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് താല്പര്യം ഇല്ലെന്നാ പറഞ്ഞ. എത്ര ജന്മം എടുത്താലും ഞാൻ അവനെ അംഗീകരിക്കത്തില്ല, അങ്ങനെ പറയുന്നത്. നിനക്ക് എപ്പോഴെങ്കിലും വരാം പോവാം അങ്ങനെ പറയും. അവനെ ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് പറയും, എനിക്കിഷ്ടമല്ലാത്ത ബന്ധുവാണെന്നും പറയും.
നിങ്ങളുടെ കണ്ടന്റുകളൊക്കെ അമ്മ കാണാറുണ്ടോ? അമ്മ കാണാറില്ല, അനിയൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അമ്മ കുറ്റങ്ങളാ പറയുന്നതിൽ. എന്താ പറയണേ? അമ്മ പറയും അങ്ങനെ എന്തിനാ നടക്കുന്നത്, മര്യാദയ്ക്ക് ഇരുന്നൂടെ, എന്തിനാ വീഡിയോ ചെയ്യണത്, അങ്ങനൊക്കെ പറയും. ഞാൻ പറയും ഞങ്ങൾ ഇഷ്ടമല്ലേ, കുഴപ്പമില്ല എന്ന് പറയും. എൻ്റെ വീട്ടുകാരൊക്കെ കണ്ടു. അമ്മ ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന്. ഞാൻ വേറെ സ്ഥലത്ത് പോയി നിൽക്കുവാന്നാണ് പറഞ്ഞത്. എല്ലാവരും അറിഞ്ഞു. അപ്പം അമ്മ അവരൊക്കെ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു എനിക്കറിയില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചെക്കൻ്റെ കൂടെ ഓടിപ്പോയി, എനിക്ക് അതിനെക്കുറിച്ച് കേൾക്കണ്ട, എനിക്ക് എൻ്റെ അടുത്ത് പറയണ്ടെന്ന് പറയും. അപ്പം അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോന്ന് മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്? അമ്മയ്ക്ക് ആരടുത്തും പറയാൻ താല്പര്യമില്ലാന്ന്. എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞതും എല്ലാവരും ചെറിയ രീതിയിൽ ഒന്നുകൂടെ കല്യാണം കഴിച്ച് കൊടുക്കാമെന്ന്. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ്, അമ്മയ്ക്ക് ഇവന് ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ ചെയ്യത്തില്ല അങ്ങനെ പറഞ്ഞത്. എനിക്കിഷ്ടമല്ല അവനാ, പിന്നെ ഞാൻ എന്തിനാ അവൾക്ക് കെട്ടിച്ചു കൊടുക്കണം, അവരായിട്ടൊരു കല്യാണം കഴിഞ്ഞല്ലോ, അത് മതി, അങ്ങനെ ഇരിക്കട്ടെ. അമ്മ ഇവനെ അംഗീകരിക്കില്ല, ഇവനെ വേണ്ടാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ കല്യാണം കഴിഞ്ഞു ഇത്ര നാളായി, അപ്പോൾ ഇനിയിപ്പോൾ ഒരു കൊച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേനും അമ്മ അംഗീകരിക്കും എന്നൊരു വിശ്വാസമുണ്ടോ? അങ്ങനത്തെ വിശ്വാസം ഇല്ല. ചിലപ്പോൾ അമ്മയുടെ മനസ്സ് മാറി ചിലപ്പോൾ അംഗീകരിക്കുമെന്നും ഒരു വിശ്വാസം ഉണ്ട്. പക്ഷെ അമ്മ പറഞ്ഞിട്ടുണ്ട് എത്രയായാലും എന്നെ അംഗീകരിക്കത്തുള്ളൂ, ഇവൻ അംഗീകരിച്ചിട്ടില്ല എന്നാ അമ്മ പറയുന്നത്. അങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ മാറുമെന്നും അറിയത്തില്ല. വിഷ്ണു, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടോ? വിഷമം തോന്നുന്നുണ്ടായിരുന്നു, വിഷമമുണ്ട്. പക്ഷെ അത്രയില്ല. കാരണം എൻ്റെ തള്ള പോയി അത്രയൊന്നും ഇല്ലല്ലോ, എൻ്റെ സ്വന്തം തള്ളയൊന്നും അല്ലല്ലോ. എനിക്കതുകൊണ്ട് എനിക്ക് അത്ര വിഷമമൊന്നുമില്ല. ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ ഒറ്റപ്പെട്ടിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു വിഷമം എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ല. പിന്നെ അത്ര ഇഷ്ടമുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഞാൻ ഫീലാവും. കാരണം എനിക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാ കുറച്ച് ദിവസം ഞങ്ങളുടെ പൂച്ച ഡെഡായി. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഇവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കൊരു ടൈം പാസ് ആയിരുന്നു. അവരുള്ളപ്പോൾ സുഖമാണ്, നമുക്കൊരു ടൈം പോണതും അറിയില്ല. അവരുടെ അടുത്ത് കളിച്ച് അങ്ങനെ ചിരിച്ചിരുന്നപ്പോൾ അവർ പോയപ്പോൾ ഒരു വിഷമമായി. പക്ഷേ അതെന്തായതെന്ന് ഒന്നും ഒരു പിടുത്തമില്ല. ഞാൻ വരുമ്പോൾ ചത്ത് കിടക്കുന്നുണ്ട്, അതിന് ഞാൻ കാരണം എനിക്ക് ജീവികൾക്ക് മനുഷ്യന്മാർക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അറിയാം നമുക്ക് അവർക്ക് സുഖമില്ലാണ്ട് മരിച്ചാണ്. പക്ഷേ ഇതൊന്നും വായുമിണ്ടാത്ത ജീവിയും കാര്യങ്ങളും പെട്ടെന്ന് പോയപ്പോൾ അങ്ങനെ വിഷമമായി. അത്രേ ഉള്ളൂ, വേറെ ഒരു നെവർ മൈൻഡ്. ഞാൻ എല്ലാം ചിന്തിക്കണം, ഞാൻ എല്ലാ വഴിയും ചിന്തിക്കും. സപ്പോർട്ടാണ് എല്ലാം ഉണ്ട്, ഏത് എല്ലാ വഴിയും ചിന്തിച്ച് പക്കയും നോക്കും. വരണ വരട്ടെ, അംഗീകരിച്ചോട്ടെ. നമ്മൾ അവൻ്റെ പൈസയ്ക്കൊന്നും നോക്കിയിട്ടൊന്നല്ല വെള്ളം കിട്ടിയത്. എനിക്കിഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, ചേർന്ന് ജീവിക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും അതിൻ്റെ ഒപ്പം എല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ എവിടെയും പോയിട്ട് എടി റൂമുമില്ല ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഇരുന്നാലോ ഓക്കെയാണ്, ഇരിക്കുക, കുഴപ്പമില്ല. അങ്ങനെ കുറേ സ്ഥലത്ത് ഞങ്ങൾ റൂം കിട്ടാണ്ട് ഇരുന്നിട്ടുണ്ട്. ചിലവർ പോയി കഴിഞ്ഞാൽ ഇവൾക്ക് വയസ്സ് കണ്ട് തന്നെ ചെറിയ കൊച്ചിനെ പോലെയുള്ളൂ. ആരും ലോഡ്ജ് നമുക്ക് റൂം എടുക്കാൻ കല്യാണം കഴിഞ്ഞാണ് ഏട്ടാ, ഇല്ല പോയിക്കോ റൂമില്ല ഇവിടെ, നിങ്ങൾ വിട്ടോ. ഞങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയി ഇവിടെ ഞങ്ങൾ ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് നെവർ മൈൻഡ്. എൻ്റെ ഒപ്പം എല്ലാ സ്ഥലത്തും മഞ്ഞത്താണ് വെയിലത്താണ് ഉണ്ടല്ല, ആ ഒരു മനസ്സുണ്ട്, അതും മതി, വേറെ ആരും വേണ്ട. ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ നിങ്ങളുടെ ഈ ലുക്കൊക്കെ കണ്ടിട്ട് പണ്ട് ഓരോ കമൻസൊക്കെ വരുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത് ഒന്നുമില്ല. കാരണം അവരിനെ പോലെ നമ്മളും തിരിച്ചയച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ളൊരു വ്യത്യാസമില്ല. അവരുടെ അതേപോലെ തന്നെയല്ലേ ഞാൻ ഉള്ളൂ. അയക്കും തോറും നമ്മൾ പൊന്തിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ല, അവർ പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കുറച്ച് മുടിയൊക്കെ ഉണ്ടായിരുന്നു. ആ മുടിയുള്ളപ്പോൾ സമയത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ പോലെ ഉണ്ട് നിങ്ങളെ കാണാനെന്നാണ്. അതിൽ ഭൂരിഭാഗം വരുന്ന കുറേ കമൻസ് അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ കുറച്ച് കമൻറ്റ് നല്ലതും രണ്ടും ഉണ്ട്, മിക്സ് ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നിട്ട് ഇനി ലൈക്ക് കിട്ടുന്നതൊക്കെ ഇതുപോലെയുള്ള കമൻസിനാണ്. തീർച്ചയായിട്ടും. പക്ഷെ അത് അവർ വളർന്ന് അങ്ങനെ ആയിരിക്കാം എന്നാണ് ഞാൻ പറയാനുള്ളത്. അവർ വളർത്തിയവരും അവൻ്റെ അച്ഛനമ്മയ്ക്ക് എല്ലാവരും വളർത്തിയത് ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും. അവരിങ്ങനെ തന്നെ എല്ലാവരും അയച്ചിട്ടുണ്ട്. കുറേ പേര് ഞാൻ ഈ ഇടയ്ക്ക് മാത്രം റോങ് ആയി. കാരണം ഒരുത്തൻ ബ്രോ ഗേൾ നമുക്കൊരു സ്കോർ സെറ്റാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇളക്കി. അതിനാണ് ഞാൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ചേട്ടൻ കണ്ടിട്ടുണ്ട്, ഒരു വീഡിയോ ഇറക്കി. ഞങ്ങൾ അത് കച്ചവടമൊന്നും ചെയ്യുന്നില്ല, ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലേയും ചെയ്യും, ഞങ്ങൾ ഉപയോഗിക്കണമില്ല. എനിക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും വാങ്ങിക്കും. അങ്ങനെ കുറച്ച് അവൻ്റെ അക്കൗണ്ടിൽ ഞാൻ ബാഡായിട്ട് അയച്ചു. കാരണം നമുക്ക് ക്ഷമിക്കാൻ ഒരു അതിരുണ്ടല്ലോ. ആ ക്ഷമ കഴിഞ്ഞ് തന്നെ പിന്നെ ആരാണെങ്കിലും പെട്ടെന്ന് ചൂടാവണ ആളും കൂടെയാണ് ഞാൻ. പറ്റുന്ന ആളിങ്ങനെ ശ്രമിച്ചൊക്കെ പോയി. ഇവിടെ പറയാം എടാ നൈറ്റ് ഒന്നും അയക്കണ്ട, എന്തിനാണ് അയച്ചിട്ട് അവന് ഒരു കാര്യമില്ല. പിന്നെ ഞാനും ചിന്തിക്കാൻ തുടങ്ങി, ശരിയാണ്, എന്തിനയക്കണം, അവർ അയക്കോട്ടെ, അവരുടെ ഫോണ് അവരുടെ നെറ്റ് പോണു, അവരെന്ത് വേണമെങ്കിൽ അയച്ചോട്ടെ, നമ്മത് നോക്കാണ്ടിരുന്നാൽ പോരും. നെവർ മൈൻഡ് ആയിട്ട് നമുക്ക് നല്ല കമൻറ്റ് ഉള്ളവർക്ക് ഞാൻ ലൈക്ക് ചെയ്ത് വിടും, ബാക്കിയുള്ളവരെ തട്ടി വിടും. ഇപ്പോൾ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് കണ്ടന്റുകൾ ഒരുപാട് ചെയ്തു. ഇപ്പം നിങ്ങളെ കുറേ പേർക്ക് അറിയാം. അപ്പം അന്നേരം ഒരുപാട് മാറ്റങ്ങളുണ്ടോ? മാറ്റങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞില്ലേ, ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു ആദ്യം മൂവി വേൾഡ് എടുത്ത് അവരൊക്കെ കഴിഞ്ഞ് അവരുടെയൊക്കെ കണ്ടപ്പോൾ
എല്ലാ ആൾക്കും ഇപ്പോൾ തെറി വിളിച്ച ആൾക്കാരെല്ലാവരും ഇപ്പം ഞങ്ങളെ സപ്പോർട്ടാണ്. എല്ലാവരും അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എടാ നിങ്ങളുടെ കഥകളൊക്കെ ഒന്ന് അറിയാണ്ടാണ് ഞാൻ ഇന്ന പോലെയൊക്കെ മെസ്സേജ് അയച്ച് സോറി കിട്ടും, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, അതിലിപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ്. അമ്മയ്യ ഈ ഫുൾ ടൈം ഇതുപോലെ ഗൗരവത്തിലാണ് ഇരിക്കാറ്? അതെ അതെ അതെ. എങ്ങനെ മോന്ത വെച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എന്താ പ്രശ്നം, ഒന്നുമില്ല എന്ന് പറയും. ഇങ്ങനെ തന്നെ മോന്ത വെച്ചോണ്ട് എപ്പോഴും ഇരിക്കും ഫുൾ ടൈം. അതെ. ഈ പ്രേമിക്കാൻ തുടങ്ങിയ സമയത്തും അങ്ങനെ ആയിരുന്നോ? അപ്പൊ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ എന്തോ വലിയൊരു ആളായ പറ്റില്ല ഇങ്ങനെ ഇരിക്കുന്ന, വലിയൊരു കാരണവരായ പോരാ. എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ ഇരിക്കുന്നത്, ഇങ്ങനെ എന്തോ ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ പറയാം എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. ആദ്യമൊക്കെ വരുമ്പോൾ നല്ല ചിരിയൊക്കെ ആയിരുന്നു, എപ്പോഴും ചിരിച്ചിട്ട് ഒരു കിളവനെ പോലെ. ഇപ്പൊ എങ്ങനെയാണ് എന്താന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഒരു വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്, ഈ ഇതുപോലെ ഗൗരവത്തിലുള്ള ഒരാളായി അല്ലേ. ഇപ്പൊ വിഷ്ണു 12ാമത്തെ വയസ്സിൽ പ്രേമം തുടങ്ങി, 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അപ്പോൾ മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് നിങ്ങൾ പ്രേമം തുടങ്ങിയാണ്. അപ്പോൾ ഈ പ്രേമം മുന്നോട്ട് പോയി ലൈഫ് എൻഡ് വരെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? വിശ്വാസം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ വിശ്വാസം, എനിക്കൊരു ഇതുണ്ട്, മൈൻഡ് ഉണ്ട്. ഞാൻ കെട്ടിയവളെ കെട്ടുള്ളൂ, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. എന്തായാലും മുന്നോട്ട് പോകും, വന്നു കഴിഞ്ഞാൽ ഹാപ്പിയായി ഞാൻ നോക്കും. അതേപോലെ ഇപ്പോഴും ഒരു കുറവില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. പിന്നെ ആ സമയത്ത് ചില സമയത്ത് കുറവുണ്ടാവും, ജീവിതമല്ലേ, എങ്ങനെ വേണമെങ്കിലും വരാം. ആ സമയത്ത് അവളും എൻ്റെ ഒപ്പം എല്ലാം അംഗീകരിച്ച് നിൽക്കുന്നുമുണ്ട്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ 18 വയസ്സ് 19 വയസ്സല്ലേ, 19 വയസ്സുള്ള. അപ്പോൾ ഒരു മെച്യൂരിറ്റി ആയി വരുന്നുള്ളൂ, അതിൻ്റേതായ കുറേ പരിമിതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറ്? പറഞ്ഞു കൊടുക്കുക വെച്ചാൽ എനിക്കറിയില്ല, പിന്നെ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുക, എനിക്കറിയത്തില്ല. പിന്നെ ഇതിൽ ഞാൻ എന്താ പറയുക, ഒക്കെ പഠിച്ചോളൂ, വളർന്നു വരികയല്ലേ, പഠിച്ചോളൂ. വിഷ്ണുവിന് എത്ര വയസ്സായി? എനിക്ക് 25 വയസ്സ്. അതിൻ്റേതായ ഒരു എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവളുടെ കയ്യിൽ കുഴപ്പം വേണം, ഒറ്റൊന്നും പണിക്ക് വിടില്ല, പണിക്കുള്ളിരിക്കുന്നത്. ഇവളുടെ ഒപ്പം 24 മണിക്കൂർ ഇങ്ങനെ വാലിൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് പോകണം. പണിക്ക് വരെ ജീവിക്കാൻ പറ്റുള്ളൂ, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അത് ഇവന് രാവിലെ എപ്പോഴും പണിക്ക് പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഒരു സങ്കടം വരും. അപ്പോഴും ഇങ്ങനെ കൂടെ തന്നെ ഇരിക്കുന്നുള്ള ഒരു പെട്ടെന്ന് പോകുമ്പോൾ ഒരു സങ്കടം വരും. അപ്പം പിന്നെ ഞാൻ ദേഷ്യമൊക്കെ പെടും. അപ്പം പിന്നെ ഇവൻ എന്താ കുഴപ്പമില്ല നീ ദേഷ്യപ്പെട്ടോ എന്ന് പറഞ്ഞ് ഇവൻ ഇറങ്ങിപ്പോവും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കും വാട്സപ്പിൽ, കേക്ക് വാങ്ങിയിട്ട് വാ എന്ന് പറയുമ്പോൾ വാങ്ങിയിട്ട് വരും. അപ്പം പിന്നെ പിണക്കൊക്കെ മാറും. നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത്, എല്ലാ ഭാര്യമാരും പണിക്ക് വിടുക ചെയ്യണത്. എല്ലാവരും അങ്ങനെ വിടും, ഇവിടെ പണിക്ക് വിടില്ല. അന്ന് എന്താണ് അമ്മേൻ്റെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കെട്ടിയിട്ട് വന്നതല്ലേ, ഒന്നും വേണ്ട, തമാശക്ക് പറയാ, ഇവിടെ പണിക്ക് വിടില്ല. അപ്പം നമ്മൾ വേണ്ട എന്നത്തെ കൂലി നിന്റെ അമ്മേൻ്റെ നിന്ന് വാങ്ങിത്താ, എനിക്കൊരു കുഴപ്പമില്ല, 1000 രൂപ നിന്റെ അമ്മേൻ്റെ നിന്ന് വാങ്ങിക്കാം, ഞാൻ നിന്റെ ഒപ്പം തന്നെ പണിയെടുത്ത് ഇവിടെ ഇരുന്നോളാം പറയും. അത് പെട്ടെന്ന് ആദ്യം പോകുമ്പോ ഒരു സങ്കടം, പിന്നെ പോയി കഴിയുമ്പോ ഞാൻ ഓക്കെയാ, ഫോണൊക്കെ കുത്തിയിരിക്കും, ഓക്കെയാ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കോ? വിളി മാത്രമേ ഉള്ളൂ. ഇവൾക്ക് ഇപ്പോഴും എന്താ പറയുക, പ്രേമത്തിന്റെ ടെൻഡൻസിയാണ്. 24 മണിക്ക് നമ്മൾ വിളിച്ചിരിക്കത്തില്ലേ, അതേപോലെ ഇരിക്കണം വേണ്ട, എന്ത് സംസാരിക്കുള്ളൂ. ഇപ്പോൾ കല്യാണം 24 മണിക്കൂർ ഒപ്പമുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിൻ്റെ ഞാൻ എന്ത് സംസാരിക്കും, വിളിച്ചിട്ട് ഹലോ ഫുഡ് കഴിച്ചാ, നീ എന്താണ് പണ്ടത്തെ പോലെ സംസാരിക്കാത്തത്? ഞാൻ പണ്ടത്തെ പോലെ എടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 24 മണിക്കൂർ ഒപ്പം ഉണ്ടല്ലോ, നീ അവിടെയും ഇവിടെയും അല്ലല്ലേ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ, പണിക്ക് വന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂർ. കാരണം ഓണറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ ഫോണിൽ പെട്ടെന്ന് മാറ്റും, ലാഭം ഇങ്ങനെ നോക്കും തന്നെ. ആളെ ചെയ്തുകൊണ്ട് ഒന്നും പറയുന്നില്ല, ആൾ പറയും നടത്തോട്ടെ നടക്കട്ടെ. ഞാൻ പറഞ്ഞു എന്തും നടക്കണം, ഞാൻ ഫോണിൽ ഞാൻ കഷ്ടകാലത്തിന് ഇവിടെ വിളിക്കുന്ന സമയത്തായിരിക്കും ആൾ വരുന്നത്, ഇല്ല പണിയെടുക്കുന്ന സമയത്ത് ആരും വരില്ല. ഇവിടെ വിളിക്കും, ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെക്കലും അവർ വരും. 24 മണിക്കൂർ ഫോണിലാണല്ലോ, ഞാൻ ഇപ്പോൾ എടുത്തോളും, ഞാൻ കണ്ട് പറഞ്ഞ് അവർ ഇളക്കിയിട്ട് പോകും. അതിലൊരു മെച്യൂരിറ്റി കുറവ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, മെച്യൂരിറ്റി കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് വിടുന്നില്ല. ഇവൾക്ക് എപ്പോഴും കറക്കം കൂടുതലാണ്, പക്ഷെ അത് കറങ്ങാനുള്ള പൈസ ഏത് വഴി വരും എന്ന് ഇവള് ചിന്തിക്കുന്നുമില്ല. ഇപ്പൊ എവിടെയൊക്കെ പോയി കറങ്ങാനായിട്ട്? കറങ്ങാൻ ഹൈദരാബാദ് പോയിട്ടുണ്ട്, ഹൈദരാബാദ്, സെക്കൻഡറാബാദ്, വിജയവാഡ, തിരുപ്പതി, പിന്നെ തമിഴ്നാട് കുറച്ച് മുക്കാലും ചെന്നൈ, അങ്ങനെ കൊണ്ട് അത്യാവശ്യം സ്ഥലങ്ങൾ കുറച്ച് കറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഈ ഫോൺ ഇല്ലാണ്ടായിപ്പോയി, കല്യാണം കഴിഞ്ഞ സമയമല്ല, അന്ന് വാങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതാണെങ്കിൽ എടുത്തിട്ട് അതിൽ വീഡിയോ എടുത്തിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി. അങ്ങനെ ഈ നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം എന്നൊക്കെ ഉള്ളത്? എനിക്കൊന്നും പറഞ്ഞാൽ ഒരു വൈബുള്ള ഒരാളെ കിട്ടണമെന്ന്, ഇങ്ങനെ എല്ലാ സ്ഥലവും കറങ്ങണം, പിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കണം. എനിക്ക് കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ട്രിപ്പൊക്കെ പോണത്. അങ്ങനെ ഒരാളെ കിട്ടണമെന്നായിരുന്നു മൈൻഡ് ഫുള്ളും. അപ്പം അങ്ങനെ ഒരാൾ തന്നെയാണ്. ഇപ്പം ഭയങ്കര പിശുക്കനാണ്, ഇപ്പം എവിടെയും കൊണ്ടൊന്നും പോകത്തില്ല.
ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ ഭയങ്കര പൈസ ആയാലും സേവ് ചെയ്ത് വെക്കും. നമ്മള് ജോലി ചെയ്ത് അടിച്ചു പൊളിക്കണമല്ലോ, അങ്ങനൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. പിന്നത്തെ ദിവസം ചിന്തിക്കുന്നില്ല അവള്. പിന്നീട് ആന്റിയിലെ കൈ എന്തെന്ന് ഇവിടെ നോക്കുന്നില്ല. അപ്പൊ പൈസ അപ്പൊ തീർക്കണം. ഇതിപ്പോ വരുമ്പോ സമയത്ത് ഇതിപ്പോ എനിക്കിപ്പോ ഷൂ വേണം, ഇപ്പൊ ഷൂ വേണം കൊണ്ട് വാങ്ങിയത് അതാ ഇപ്പൊ വേണം, അപ്പൊ തന്നെ വേണം വേണം നേരെ കയറി വാങ്ങിക്കൊടുത്ത് പഴയ ഷൂ എടുത്ത് കളഞ്ഞ് എന്നാൽ അത് വീട്ടിൽ കൊണ്ടുപോയി അത് വേണ്ട, അത് നമുക്ക് ആവശ്യമില്ല, അതെടുത്ത് കളയാം, അത് കളഞ്ഞ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് എൻ്റെ മൈൻഡ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ കിട്ടി. പിന്നെ ആദ്യം ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാലും പിന്നെ ഓക്കെ പറയും, പോവാം എന്ന് പറയും. പിന്നെ എല്ലായിടത്തും വരെ എന്നെ കൊണ്ടുപോകും, എന്നെ വീട്ടിൽ നിർത്തില്ല, എന്നെ കൊണ്ടുപോകണം എല്ലായിടത്തും. ജോലിക്കും പറയും എന്നെ കൊണ്ടുപോകാൻ, പക്ഷെ അവളായിട്ട് വരും കേട്ടോ, ഞാൻ കൊണ്ടുപോയതല്ല, എന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയേക്കാൻ. എല്ലായിടത്തും ഞാനും വരുന്നെന്ന് പറഞ്ഞാൽ ബാന്ന് പറയും. പിന്നെ ജോലിക്കും എന്നെ കൊണ്ടുപോകാൻ പറയും, ഞാൻ അവിടെ പോയി ഇരുന്നോളാന്ന് പറയും, പക്ഷെ സമ്മതിക്കില്ല. അവിടെ എഞ്ചിനീയർ എല്ലാവരും വരുന്നതല്ല, സാർമാർ വരുമ്പോൾ ഒരു പെണ്ണ് മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു മോശമല്ല. എല്ലാവരും പിന്നെ ഇല്ലെങ്കിലേ ഇപ്പോൾ പെങ്കോന്തെന്നാണ് നാട്ടിൽ വീട്ടിലും പറയണം, പെണ്ണിൻ്റെ ബാക്കിൽ തന്നെയാണ് 24 മണിക്കൂറും ഒറ്റയ്ക്ക് ഇറങ്ങണമെന്നാണ്. ഇനി പെണ്ണ് പണിക്കും കൂടി കൊണ്ടുപോയിക്കാൻ മതി, ആ ഒരു ഇത് മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകണമെന്ന് ഇഷ്ടമുള്ളൊരു സ്ഥലം എവിടെയാണ്? ഗോവയിൽ പോകണമെന്നുണ്ട്. അത് ന്യൂ ഇയറിന് ഞങ്ങൾ പോകാനിരിക്കുകയാണ്. കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്ക് മാറ്റില്ല ഏട്ടാ. കൊണ്ടുപോകാന്ന് പറഞ്ഞു, ഗോവയിൽ പോകാനാ പ്ലാൻ. ന്യൂ ഇയർ ഈ പ്രാവശ്യത്തെ ഗോവ അവിടെ അടിച്ചു പൊളിക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഇപ്പോൾ പണ്ട് നിങ്ങളുടെ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞു 18 വയസ്സ്, അതിൻ്റെ അകത്ത് ഒരു പാട്ടിട്ടാണോ എള്ളോളം തരി എന്ന് പറഞ്ഞത്? അപ്പോൾ എള്ളോളം തരി എന്ന് പറഞ്ഞ് പാട്ടിട്ട് ചെറിയ പിള്ളേർ കല്യാണം കഴിച്ച് മെച്യൂരിറ്റി ഇല്ല, അവരുടെ കുട്ടിക്കളിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ ജീവിച്ച് കാണിക്കും, അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ, ഇപ്പോൾ കുറച്ച് ആൾക്കാരെ കാണണ്ടല്ലോ, ഇനി ഇതേപോലെ മുന്നോട്ട് ജീവിക്കും. അവർ പറഞ്ഞ ആൾക്കാർ തന്നെ തിരിച്ചെടുപ്പിക്കും, അത്രേ ഉള്ളൂ. എങ്ങനെ എടുപ്പിക്കും? ഞങ്ങളുടെ ജീവിതം വഴികളോട് എടുപ്പിക്കും. അവർ പറയണം, അവർ തന്നെ പറയണം, അന്ന് ഞമ്മ പറഞ്ഞത് തെറ്റാണെന്ന്. അവർ ജീവിക്കുന്നുണ്ട് നല്ല രീതിയിൽ, അവൻ്റെ ഭയം കൊണ്ട് തന്നെ പറയിപ്പിക്കും, ഉറപ്പായിട്ടും. അമ്മേനെ കൊണ്ടും പറയിപ്പിക്കും. ഓക്കെ, ആ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഗോവയിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോയി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. കൈക്ക് ഓക്കെ ഇല്ലേ? ഓക്കെ.